ആലപ്പുഴ കലവൂർ സുഭദ്ര കൊലക്കേസ് പ്രതികളായ മാത്യൂസിനും ശർമിളയെയും സംഭവ സ്ഥലത്ത് എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ്. സുഭദ്രയെ കൊലപ്പെടുത്തിയ കോർത്തശ്ശേരിയിലെ വാടക വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ്. തെളിവെടുപ്പിനിടെ വീടിന് പിന്നിലെ കുളത്തിൽ നിന്ന് തലയിണ കണ്ടെത്തി. മനീഷ് മഹിപാൽ വിശദാംശങ്ങളുമായി. മനീഷ്, ഈ തെളിവെടുപ്പ് എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? നേരത്തെ മാധ്യമങ്ങളോട് ഇവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് താനല്ല ഇതിന് പിന്നിലെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ തെളിവെടുപ്പ് എങ്ങനെയാണ്? അനുജ, 2:45 ഒന്നാം പ്രതി ശർമിളയെയും രണ്ടാം പ്രതി മാത്യൂസിനെയും ആലപ്പുഴ കലവൂർ കോർത്തശ്ശേരിയിലെ വീട്ടിലെത്തിച്ചത്. രണ്ടുപേരെയും വീട്ടിലെത്തിച്ചെങ്കിലും നിലവിൽ ശർമിളയെ കൊണ്ട് തെളിവെടുപ്പിക്കുന്നില്ല. അതായത് രണ്ടാമത് ശർമിളയെ കൊണ്ട് തെളിവെടുപ്പിക്കുന്ന രീതിയിലാണ് പോലീസ് ഉള്ളത്. ആദ്യം ഈ രണ്ടാം പ്രതി മാത്യൂസിനെ കൊണ്ട് വീടിന് ഉൾഭാഗത്തേക്ക് കയറി അകത്ത് വെച്ച് കൊലപാതകം എങ്ങനെ നടത്തിയെന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് വിശദീകരിച്ച് കൊടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് ഈ വീടിൻ്റെ പിറകുവശത്തുള്ള ഒരു പറമ്പിലേക്കാണ് മാത്യൂസ് പോലീസ് സംഘത്തെ കൂട്ടിക്കൊണ്ടുപോയത്. അവിടെ ഒരു കുളത്തിൽ, അതായത് ഉപയോഗശൂന്യമായ ഒരു മൂടപ്പെട്ട നിലയിലൊരു കുളത്തിൽ ഒരു തലയണ മാത്യൂസ് കണ്ടെത്തി. നമുക്കത് പോലീസോ അല്ലെങ്കിൽ മറ്റ് ആളുകളോ അതിനെപ്പറ്റിയുള്ള വിശദീകരണം നമുക്ക് നൽകിയിട്ടില്ലെങ്കിലും ഈ കൊലപാതകത്തിൽ എന്തോ പങ്കുള്ള അല്ലെങ്കിൽ അതിൽ ഇയാൾക്ക് മറയ്ക്കേണ്ടതായിട്ടുള്ള ഈ ഒരു സാധനം അല്ലെങ്കിൽ ഒരു തെളിവായിരുന്നു തലയണ. ഒരു പക്ഷേ ഈ സുഭദ്രയെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി, ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുന്നതിന് ഷാൾ ഉപയോഗിക്കുന്നതിന് മുൻപ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന തലയണായിരിക്കാം. തലയണയിൽ രക്തക്കറയോ മറ്റോ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ അതിനു വേണ്ടിയിട്ടായിരിക്കാം തലയണ അവിടെ നിന്ന് ഉപേക്ഷിച്ചത്. തലയണ എന്നാണെങ്കിൽ പോലീസ് തെളിവെന്ന രീതിയിൽ അത് ശേഖരിച്ചിട്ടുണ്ട്. ഇനി വീടിൻ്റെ പിന്നിൽ മാത്യൂസിനെ കൊണ്ടുവന്നു. അവിടെ ഈ പ്രധാനപ്പെട്ട തെളിവുകൾ, അതായത് ഷാളോ മറ്റ് വസ്ത്രങ്ങളോ ഒക്കെ തന്നെ കത്തിച്ച് കളഞ്ഞു ഇരിക്കാം. അതുകൊണ്ട് അവിടെ വീടിൻ്റെ പിന്നിൽ കണ്ടെത്തിയിട്ടുള്ള, അതായത് 1 മാസം മുമ്പ് കത്തിച്ചിട്ടുള്ള കനലിൻ്റെ ആ ചാരമാണ് കാണിച്ചു കൊടുത്തത്. അത് അവിടെ നിന്നും പോലീസ് ചില തെളിവുകളൊക്കെ തന്നെ ശേഖരിച്ചിട്ടുണ്ട്. ഇപ്പോഴും ശർമിളയെ പക്ഷേ പോലീസ് സംഘം തെളിവെടുപ്പിന് ഈ സ്ഥലത്ത് എത്തിച്ചെങ്കിലും വീട്ടിലേക്കോ അല്ലെങ്കിൽ ഈ കൊലപാതകം നടത്തിയതിനെ സംബന്ധിച്ചുള്ള വിശദീകരിക്കാനോ ഒന്നും എത്തിച്ചിട്ടില്ല. വീണ്ടും മാത്യൂസിനെ വീണ്ടും വീട്ടിലേക്ക്, വീടിൻ്റെ പുറകു ഭാഗത്തൂടെ വീണ്ടും മാത്യൂസിനെ തെളിവെടുപ്പിന് വേണ്ടി അന്വേഷണ സംഘം കൊണ്ടുപോവുകയാണ്. ഈ കേസിൽ ശർമിളയെ സംബന്ധിച്ച് ശർമിളയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് ശർമിള നേരത്തെ പറഞ്ഞിരുന്നു. ശർമിളയ്ക്ക് ഈ കൊലപാതകത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞിരുന്നു. നമുക്ക് നേരിട്ട് തന്നെ ശർമിളയോട് അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ചോദിക്കാം. അതായത് ശർമിള നേരത്തെ പൊട്ടിക്കരഞ്ഞിരുന്നു അവിടെ വെച്ച്. ശർമിളയ്ക്ക് ഈ കൊലപാതകത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നേരത്തെ കോടതി വളപ്പിൽ നിന്നും പിന്നീട് പോലീസ് വാഹനത്തിലേക്ക് കയറ്റുന്നതിന് മുൻപ് ശർമിള പൊട്ടിക്കരഞ്ഞിരുന്നു. ഇപ്പോഴും അവർ പൊട്ടിക്കരയുകയാണ്. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. മാത്യൂസിനെയും ശർമിളയെയും സംഭവ സ്ഥലത്ത് എത്തിച്ചിരിക്കുന്നു. കൊലപാതകം നടന്ന സ്ഥലത്തെത്തിച്ചുള്ള തെളിവെടുപ്പാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടെ ഒരു കുളത്തിൽ നിന്ന്, വീട്ടിന് പിന്നിലുള്ള കുളത്തിൽ നിന്ന് തലയിണ കണ്ടെത്തിയിട്ടുണ്ട്. മറ്റ് ചില പരിശോധനകൾ കൂടി പോലീസ് നടത്തുന്നുണ്ട്.